നമുക്ക് പർച്ചേസ് ചെയ്യണം കേട്ടോ. പിന്നെ കുറെ കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. ലുലുവിൽ പോയിട്ടാണ്. അപ്പൊ കുറെ കമന്റ്സും വന്ന് പാർട്ട് 2 ചെയ്യാൻ പറഞ്ഞ്. പിന്നെ ഇത് മെയിൻ ആയിട്ട് ഇക്കാക്ക കണ്ടെടുക്കണത്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. അപ്പൊ ഇതേനിപ്പോ ഞങ്ങള് അങ്ങനെ എന്താണ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണ കേട്ടാ. ബസ്സിനാണേ പോണത്. അപ്പോൾ ബസ് എപ്പോഴാന്നൊന്നും അറിയൂല. എന്തായാലും നേരെ സ്റ്റോപ്പിലേക്ക് പോവാം. ഇപ്പൊ തന്നെ ബസ് സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. കുറച്ചു നേരമായിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക്. പിന്നെ അടുത്തായിട്ട് വലിയ സീനൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ മഴക്കാലമാണ്. പക്ഷേ ഇന്നെന്തോ ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്ത്. ഇപ്പൊ നമ്മ ബാക്ക് ടു സ്കൂള് ഷോപ്പിംഗ് ചെയ്യാൻ പോകണുണ്ടാന്ന് തോന്നണ് ഫ്രണ്ട്സ്. അപ്പൊ എന്തായാലും ഇന്ന് ഭയങ്കര വെയിലുണ്ട്. പക്ഷെ രാവിലെയൊക്കെ മഴ പെയ്തിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും മഴ പെയ്യുന്നു. ഇനിയിപ്പോ പെയ്യോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടാ. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ മഴ നമുക്ക് നല്ല 8ന്റെ പണി തന്നിട്ടുണ്ട്. നല്ല മഴയാണ് ഇവിടെ കിടന്ന് അടിക്കണത്. ഞങ്ങളിവിടെ കൊടയും ചൂടി ഇവിടെ നിൽക്കണ എടുക്കാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം കഴിച്ചു. ഈ സ്ഥലത്ത് നല്ല മുട്ടം പണിയാണ് കിട്ടിയിരിക്കണത്. ഞങ്ങൾ ഇവിടെ കൊടയും ചൂടി നിൽക്കണ എടുക്കാം. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ സാധനം കഴിക്കാൻ വന്നിട്ട് ഇവിടെ ഫുള്ള് മഴ കൊണ്ടുപോയി കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ആദ്യം തന്നെ വാട്ടർ ബോട്ടിൽസ് കണ്ടാ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. പുറത്താണെങ്കിൽ ഭയങ്കര മഴയുമായിരുന്നു ഫ്രണ്ട്സ്. സത്യം പറയാൻ ഇന്നത്തെ ക്ലൈമറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ പറഞ്ഞില്ലേ, സാധാരണ എൻ്റെ വീട്ടിൽ രാവിലെ മഴക്കാലം തുടങ്ങിയപ്പോൾ ഇതിൽ രാവിലെ മഴ പെയ്യും, എന്നിട്ട് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലായിരിക്കും കേട്ടോ. പക്ഷെ ഇന്ന് ഭയങ്കര വെയിലായിരുന്നു രാവിലെ. ആ ധൈര്യത്തിൽ നമ്മൾ പുറത്തിറങ്ങിയതാണ്. പക്ഷേ ഇന്ന് ഈ സമയമായപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ചെറിയ വിഷമമുണ്ട്. അപ്പം ഇതാണെങ്കിൽ ഇങ്ങനെ ബ്രോഡ്വേ ആയതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും കടയാണ്. അപ്പം മഴയൊക്കെ നമ്മൾ നല്ലോണം നനയൂട്ടാ. പിന്നെ കൊടയൊക്കെ എടുത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും വാട്ടർ ബോട്ടിൽസൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഞങ്ങളിവിടെ വേറെയും കുറേ വെറൈറ്റി ആയിട്ട് ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ. അപ്പോൾ ഇക്കാക്ക് അവിടെ ഒരു കുഞ്ഞ് ഗ്ലാസ്സൊക്കെ ഉള്ളൊരു കുഞ്ഞ് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ആ സ്റ്റീലിൻ്റെ ആണ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു മുത്ത് കുടിക്കാൻ പറ്റുള്ളൂ വെള്ളം, എന്നാലും നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പതിയെ കടയിൽ നിന്ന് ഇറങ്ങി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേനയും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് എടുത്തിട്ട് ബാക്കിയുള്ളത് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് ബ്രോഡ്വേ ആയതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ഷോപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നടക്കാനും നല്ല രസം ഉണ്ടായിരുന്നേ. ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ നോക്കണേന് ഞാനാണെങ്കിൽ ഇവിടെ പൂപ്പിറ്റിൻ്റെ പൗച്ചൊക്കെ ഇങ്ങനെ നിക്കി കളിക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ കുറേ നമ്മളെ ക്യൂട്ടായിട്ടുള്ള പേനയും ഇറേസേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ എടുത്തേക്കണില്ലേ, അത് ഞാൻ ആദ്യം പേന എന്നാണ് കേട്ടോ വിചാരിച്ചാൽ. കാണുമ്പോൾ തന്നെ പേന പോലെ ഉണ്ട്, പക്ഷെ അത് ഇറേസറായിരുന്നു. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ നോക്കണേ കേട്ടാ. ഇത് നോക്കണ സമയമാണെങ്കിൽ പുറത്ത് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് ഭയങ്കര മഴ ഉണ്ട് ഇപ്പം. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു കടയുടെ അകത്ത് കയറി നിൽക്കണതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആവേണ്ടത് എനിക്കറിയില്ല. ഇതൊക്കെ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ട്സ് നല്ല രസം പൂച്ചേനെ തുടരുന്ന പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസിൽസൊക്കെ ഉണ്ട്. ഇതെന്താ ബോട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഇക്കാക്കി ഒരു ബോംബിൻ്റെ ഷേപ്പുള്ള വാട്ടർ ബോട്ടിൽ കാണിച്ചു തന്നിട്ടാ ഫ്രണ്ട്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ഭംഗിയില്ല, ഒരു കറക്റ്റ് ബോംബിൻ്റെ ഷേപ്പായിരുന്നു. പിന്നെ ഇത് ഒരു ഉരുണ്ടിരിക്കണ ബോട്ടിലാണ് കേട്ടോ. കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലിരിക്കണ ഈ ഒരു 3-in-1 വാട്ടർ ബോട്ടിലില്ലേ, ഇത് കുറേ കാലമായി ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി, വേറെ ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മഴയായിട്ട് ആകെ സീനായി കിടക്കണേ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഇപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചപ്പോഴത്തേക്കും പകുതി ആശ്വാസമായി. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി മഴ പെയ്തൊക്കെ പുറത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്.
ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ബ്രോഡ്വേയിലൊക്കെ പോയി. പക്ഷേ അധികം ഒന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ നമ്മൾ ചതിച്ച്. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞ്, പിന്നെ അവിടെ ഫുള്ള് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അധികം നേരം അവിടെ നിൽക്കാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും വന്നാലില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ മറിയൻ ഡ്രൈവിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് പോകുന്ന വെച്ചാൽ എന്നെ മഴ പെയ്യാതെ ഇരുന്നാൽ മതി. പിന്നെ ഇവിടെ കുറേ മരവും തണലൊക്കെ ഉള്ളതാണ് വലിയ സീനില്ല കേട്ടോ. ഹലോ ഗൈസ്, അവിടെ ഒരു കാലില്ലാത്ത ഫ്രണ്ട്സിൻ്റെ എനിക്ക് അതിനൊരു സങ്കടം. ഇവിടെ നമുക്ക് നല്ല ഒഴുക്കാണ് കേട്ടോ വെള്ളത്തിന്. നല്ല വേവ് അടിയുണ്ട്. അപ്പോൾ മഴയും കൂടി പെയ്തുകൊണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ മുമ്പ് ബോട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അന്നൊരു ദിവസം ബോട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ്. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബ്രോഡ്വേ പോയിട്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ആകെ വാട്ടർ ബോട്ടിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ അവിടെ കപ്പലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം മഴ നിന്ന്, മഴ പെയ്യുമെന്ന് അറിയില്ല. ഇനി അറ്റത്തേക്ക് അങ്ങനെ കോട ഇരിക്കണ പോലെ ഉണ്ടാ, അറ്റത്തേക്ക് നോക്കിയാൽ അങ്ങനെ തോന്നും. അപ്പം അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ ബ്രോഡ്വേയിൽ നിന്നപ്പോൾ അവിടെ മഴ പെയ്ത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് അധികം സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മഴ കാരണം. ഇപ്പം എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എല്ലാത്തിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള അടുത്തിടേക്കാണ്. ബൈ.